ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സുൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. തേങ്ങയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സുൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ്. മുഴുവൻ ഉഴുന്നായതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പിളർപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ പാനിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്ന ആ ഒരു സമയം വരേക്കും ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളകാണ്. പൊടിയായിരുന്നാലും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ 4-5 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിക്സിൻ്റെ കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നല്ല തരിതരി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കറക്കി എടുക്കണം. ഇനി വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയിലാണ് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ചെറിയൊരു പുളിയുണ്ട്. അങ്ങനെ പുളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പുളി ഇല്ലാത്തതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 2 പച്ചമുളകും 2 ഉണക്കമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 1 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എരിവിന് വേണ്ടി പച്ചമുളക്, ഉണക്കമുളക്, കുരുമുളക് ഇത്രയുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തു. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പോരാതെ വരുമ്പോൾ മാത്രം നമുക്ക് ബാക്കിയുള്ള ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടില്ല. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം അളവിലുള്ള വെള്ളവും കൂടെ ഈ ഒരു കപ്പിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ലൂസ് ആവരുത്. നമ്മൾ ഇതുപോലെ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് നല്ല കറക്റ്റ് ഷേപ്പാക്കൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് നുള്ളിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഓരോന്നും എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു വരും. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റും. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഒട്ടും എണ്ണ കുടിക്കാത്ത പലഹാരമാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.